Hi everyone, welcome back to Center Circle Design. Revit Architecture പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ട്രിക്കായിരുന്നു. അതായത് 5 എന്ന നമ്പറിൽ അവസാനിക്കുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് കാണാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കായിരുന്നു. ഇനിയും അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്ത് അറിയിക്കുക. ഇനിയും അതുപോലുള്ള രസകരമായ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന 2D ഡ്രാഫ്റ്റിങ്ങിനെ കുറിച്ചും 3D ഡിസൈനിങ്ങിനെ കുറിച്ചുമുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഞാൻ ഈ പ്രൊജക്റ്റിൽ കുറച്ച് വിൻഡോസും ഡോർസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ഫാമിലി കമ്പോണൻസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ മുകളിൽ ഇവിടെ ആർക്കിടെക്ചർ ടാബിൽ ഇവിടെ കാണാം ഡോർ പിന്നെ വിൻഡോ. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഡോർ ആഡ് ചെയ്യാം. അതിന് ജസ്റ്റ് ഡോർ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഇതിൽ നമ്മളുടെ റെവിറ്റ് ആർക്കിടെക്ചർ എന്ന ടാബിനകത്ത് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഡോർ ഇവിടെ കാണാം. റെവിറ്റ് ആർക്കിടെക്ചർ ടാബിനകത്ത് നമുക്ക് ആകെ ഒരു ഡോറുള്ളൂ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അത് ഇങ്ങനെയൊരു ഇവിടെ കാണുന്ന സിംഗിൾ ഫ്ലാഷ് ഇങ്ങനൊരു ഡോറായിരിക്കും ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഡോറ് ഞാൻ ലൈബ്രറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ നേരിട്ട് അപ്ലൈ ചെയ്യാം. 3D വ്യൂവിൽ തന്നെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് വ്യൂ ആണോ, ഏത് ഫ്ലോർ പ്ലാൻ ആണോ, ഏത് ഫ്ലോറിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഫ്ലോർ പ്ലാൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡോറൊന്ന് സെലക്ട് ചെയ്തു. എനിക്ക് വേറെ ടൈപ്പിലുള്ള ഡോറ് വേണം. ഞാനിവിടെ ഇവിടെല്ലോ കാണാം ലോഡ് ഫാമിലി എന്ന ഓപ്ഷൻ. അത് ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യമേ കുറച്ച് ഫാമിലി കമ്പോണൻസ് എൻ്റെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സേവ് ആയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഡോർസ് ആൻഡ് വിൻഡോസ് അങ്ങനെ ഫാമിലി കമ്പോണൻസ് എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ലൈബ്രറിയിൽ വന്ന് സെലക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുള്ള ഒരുപാട് സൈറ്റ്സ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ മെട്രിക് ലൈബ്രറി എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫാമിലി കമ്പോണൻസ് ഇതിൽ സേവ്ഡ് ആണ്. ഞാനിപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത് ഡോർസ് ആണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം.
ഇപ്പം ഞാനൊരു സിംഗിൾ ഫ്ലഷ് ഡോർ സെലക്ട് ചെയ്യാണ്. അതിന് ഞാൻ സാധാരണ ഒരു ഇതിലുള്ള സിംഗിൾ ഫ്ലഷ് ഡോർ സെലക്ട് ചെയ്യാണ്. ഇവിടെ വന്ന് സെലക്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണാം നമുക്കിതിൻ്റെ അലൈൻമെൻറ്റ്. ഇപ്പോൾ എനിക്ക് ഈ സൈഡിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് എനിക്ക് മാറ്റിക്കൊടുക്കണം. അതിന് സ്പേസ് ബാർ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിവിടെ കാണത്തില്ല അലൈൻമെൻറ്റ് മാറുന്നത്. ഇതിവിടെ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ 3ds Maxൽ നമ്മൾ എന്ത് ചെയ്യും, വാൾസിന് അതിന് ഡോർസിനും വിൻഡോസിനും വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് നമ്മൾ 3ds Maxൽ സാധാരണ ചെയ്യാറുള്ളത്. 3ds Max അതുപോലെ തന്നെ AutoCAD 3Dയിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് റെവിറ്റിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഡോർസും വിൻഡോസും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, അതിന് ഒരു വാൾ അവിടെ ഉണ്ടായിരിക്കണം. ഒരു ക്രിയേറ്റഡ് വാൾ നമുക്ക് അവിടെ ഉണ്ട്. അവിടെ ഒരു ഓപ്പണിങ്ങോ ഒന്നും പാടില്ല അത് അപ്ലൈ ചെയ്യുമ്പോൾ. കണ്ടോ, ഇവിടെ നമുക്ക് വാളല്ലാത്ത ഏരിയയിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ ഇവിടെ നമുക്ക് കേഴ്സറിൻ്റെ അവിടെ കാണാം. ഓക്കെ, ഇനി ഞാൻ വിൻഡോ അപ്ലൈ ചെയ്ത് വിൻഡോ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. ചില വിൻഡോസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡയമെൻഷൻസ് ചോദിക്കും, ഏത് ഡയമെൻഷൻസിലാണ് വേണമെന്നുള്ളത്. ഞാനിപ്പോൾ 120x120 ഡയമെൻഷനിലുള്ളൊരു വിൻഡോ സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വിൻഡോയുടെ പ്ലാനിങ്ങിലായിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ ഇവിടെ വെച്ച് ഇത് ക്ലിക്ക് ചെയ്തു സെലക്ട് ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം ഞാനിവിടെ ഈ വിൻഡോ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി നമുക്കിത് ഇവിടെയല്ല പ്ലേസ് ചെയ്യേണ്ടത്, നമുക്ക് മറ്റൊരു വാളിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് തോന്നി. ഇനി ഇത് ഇവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരു ടാബ് കാണാം, പിക്ക് ന്യൂ ഹോസ്റ്റ് എന്നൊരു ടാബ് കാണാം. അത് സെലക്ട് ചെയ്യുക. ഈ ഒരു വിൻഡോ ഇവിടുന്ന് സെലക്ട് ആയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ ഒരു വാളിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാം. ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വ്യൂ ഒന്നും സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് കറക്റ്റ് ആ ഒരു വാൾ അലൈൻമെൻറ്റും അതുപോലെ തന്നെ മെഷർമെൻ്റ് ഒക്കെ അറിഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലോർ പ്ലാൻ ഏതാണോ ആ പ്ലാന് ഓപ്പൺ ചെയ്ത് അത് ചെയ്യാൻ നോക്കുക. ഇവിടെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ കറക്റ്റ് എനിക്ക് മെഷർമെൻറ്റ് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ 2 ആരോസ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റി കൊടുക്കാനുള്ളതാണ്. ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. ഇനി
നമുക്ക് ഒരു കാര്യം കൂടെ, ഇപ്പം ഇതുപോലുള്ള ഒരു വിൻഡോ എനിക്ക് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യണം. നമ്മൾ നേരത്തെ ജസ്റ്റ് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ അത് ഡിലീറ്റ് ആകും. നമ്മൾ ഓപ്പണിംഗ് ഒന്നും വരാതെ തന്നെ വാളിൽ ഓപ്പണിംഗ് ഒന്നും കാണിച്ചു തരാം. വാളിൽ ഡിലീറ്റ് ചെയ്താൽ വാളിൽ ഓപ്പണിംഗ് ഒന്നും വരാതെ തന്നെ അത് ഡിലീറ്റ് ആകും. ഇനി ഇതുപോലുള്ള ഒരു വിൻഡോ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. ഈ ഒരു വാളിൽ അപ്ലൈ ചെയ്യണം. അതിന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു ടാബിനകത്ത് മോഡിഫൈ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ മോഡിഫൈ ടാബിനകത്ത് ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഒരു ഓപ്ഷൻ കാണാം. അവിടെ സബ് ഓപ്ഷൻ ആയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് സിമിലർ, CS എന്ന ഷോർട്ട് കീ ആയിട്ടുള്ള ക്രിയേറ്റ് സിമിലർ എന്ന ഓപ്ഷൻ. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അതുപോലുള്ള ഒരു വിൻഡോ നമുക്ക് ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ടാകും. ഇനി ഇത് പ്ലേസ് ചെയ്യാം. ഇവിടെ കമ്പോണന്റ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് എ രണ്ട് ഓപ്ഷൻ കാണാം. അതിൽ അത് ഞാൻ സെലക്ട് ചെയ്യുന്നത് പ്ലേസ് എ കമ്പോണന്റ് എന്ന ഓപ്ഷൻ. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ എഡിറ്റ് ടൈപ്പിൽ വരിക. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഫാമിലി എന്നതിന് നേരെ ഇവിടെ ലോഡ് എന്നത് കാണാം. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഞാനിവിടെ എനിക്ക് പറഞ്ഞാൽ കാണാം ഫർണിച്ചേഴ്സ് എന്നോ ടാബ്. ഓക്കെ, ഇതിങ്ങനെ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ അലൈൻമെൻറ്റ് മാറ്റി കൊടുക്കുന്നു. ജസ്റ്റ് സ്പേസ് അപ്ലൈ, നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സ്പേസ് അപ്ലൈ ചെയ്തിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി ഫാമിലീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് മോഡിഫൈഡ് ടൂൾസ്, അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറിൽ നമ്മൾ എങ്ങനെയാണ് ഫാമിലീസ് അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ ഇതുപോലെ തന്നെ ഇതുപോലുള്ള കമ്പോണൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതിന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അതുവരേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.